ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് സെബദി പുത്രന്മാരുടെ മാതാവ് തൻ്റെ രണ്ട് പുത്രന്മാരോടുകൂടെ വന്ന് ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ടുള്ള അനുവാദം ചോദിക്കുന്ന ഭാഗമാണ്. സെബദി പുത്രന്മാരുടെ അമ്മയെ, അതുപോലെ ഇവർ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് കേൾക്കുന്ന, അതിനെപ്പറ്റി പറഞ്ഞ് പിറുപിറുക്കുന്ന ശിഷ്യന്മാരെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരുടെ ഒക്കെ മനോഭാവം ഈശോയുടെ കൂടെ നടന്നാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള മനോഭാവമാണ്. നേരെ മറിച്ച് ഇന്ന് ഈശോ അവരോട് സംസാരിക്കുമ്പോൾ ഈശോയുടെ വാക്കുകളിൽ ഈശോ അവരോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന കാര്യം, എൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായിട്ട് എന്ത് നൽകാനായിട്ട് സാധിക്കും എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുടെ നടുവിലൂടെയാണ്. പലപ്പോഴും നമ്മൾ വഴുതി വീഴുന്നത് എനിക്കെന്ത് കിട്ടും, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, എൻ്റെ ഇടവകയിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, എൻ്റെ യൂണിറ്റിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, എൻ്റെ അയൽവക്കത്തു നിന്ന് എനിക്കെന്ത് കിട്ടും, എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും. ഈ ചിന്തയാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചിന്ത. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു മകൻ പറയും, അപ്പനെ നോക്കിയത് ഞാനാണ്, അതുകൊണ്ട് ഭാഗം വയ്ക്കുമ്പോൾ തറവാട് എനിക്ക് വേണം, വെറുതെ നോക്കിയതല്ലല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ പലപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്. ഇത്തരം സംസാരങ്ങളിലൊക്കെ മുഴച്ച് നിൽക്കുന്നത് എനിക്കെന്ത് കിട്ടും. ഈ ഒരു മനോഭാവം വളരെ ശക്തമായിട്ട് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന മനോഭാവമാണ്. വളരെ ശക്തമാകുന്ന ഒരു ജീവിത പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ പറയുന്ന സംഭാഷണങ്ങൾ, ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിലെത്രത്തോളം ഈ എനിക്കെന്ത് കിട്ടും എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി കോൺഷ്യസ് അല്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് ഇന്ന് വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് എന്ത് കിട്ടും, അതാണോ മുഴച്ച് നിൽക്കുന്നത്, അതോ എനിക്കെന്ത് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും, ഈ മനോഭാവമാണോ ഈ സംസാരങ്ങളിലൊക്കെ മുഴച്ചു നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ തിരിച്ചറിയും നമ്മുടെ സംസാരത്തിൽ കൂടുതലും എനിക്കെന്ത് കിട്ടും എന്നുള്ള മനോഭാവം മുഴച്ച് നിൽക്കുന്നതായിട്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കാണുന്നത് ഒരു ATM മെഷീൻ പോലെയാണ്. നമ്മൾ ചെന്ന് കാർഡിട്ടാൽ നമുക്ക് പൈസ കിട്ടണം, പൈസയല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ച് തരുന്നവരായിരിക്കണം മറ്റുള്ളവർ എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ATM മെഷീനായിട്ട് മാറണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് നൽകാൻ, അവരെ ശുശ്രൂഷിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ വളരണം എന്നുള്ളതാണ്. എമ്മാനുവേൽ ലെവിനാസ് എന്ന് പറയുന്ന ഫിലോസഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ഫേസ് ഓഫ് ദ അതർ, അപരൻ്റെ മുഖം എന്നുള്ള വലിയൊരു കൺസെപ്റ്റുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, അപരൻ്റെ മുഖം നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത അവനിൽ നിന്ന് എന്ത് നിനക്ക് നേടാനായിട്ട് സാധിക്കും, അവനിൽ നിന്ന് എന്ത് നിനക്ക് കിട്ടും എന്നുള്ള ചിന്തയായിരിക്കരുത്. നേരെ മറിച്ച് അവന് എന്ത് എനിക്ക് നൽകാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈശോ ഇതേ കാര്യമാണ് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവർക്ക് എന്ത് നൽകാനായിട്ട് നമുക്ക് സാധിക്കും.